പേര് തെറ്റിദ്ധരിച്ചില്ലേ? വിവേക് വേറെ മാരേജ് ചെയ്തു, വീണ അല്ലെങ്കിൽ വേറെ മാരേജ് ചെയ്തു. അപ്പൊ അതിന് എങ്ങനെ ആശയത്തിലോട്ട് വന്നത് രണ്ടാം വിവാഹം? തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം നടത്താൻ നമുക്ക് പറ്റിയില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ട്. അവർ ഒരുപാട് പേര് ആഗ്രഹമായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോഴും വരുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറേ പേര് സ്നേഹിച്ച് ഒളിച്ചൊരു കല്യാണം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഫോട്ടോ കിട്ടാത്തവരുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വീട്ടുകാർ ആദ്യത്തെ കല്യാണം അത്ര സുഖകരമായിരിക്കില്ല. പിന്നീട് ജീവിച്ച് വരുമ്പോഴാണ് നമ്മൾ പല അതിന് ശേഷമുള്ള കല്യാണമായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഒരു ചെയ്യാൻ പ്ലാൻ ചെയ്ത് ആരാ? ചേട്ടനാണോ ചേച്ചിയാണോ ആദ്യം പ്ലാൻ ചെയ്തത്? ഐഡിയ ഉണ്ടോ? പ്ലാനാണ് നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്താലൊന്നും ഇപ്പോഴും അല്ല. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞൊരു സമയത്ത് തീരുമാനിച്ചതാണ്. വൈറലാവുകയും ചെയ്തു. അപ്പോഴിത് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചില്ലേ? വിവേക് വേറെ മാരേജ് ചെയ്തു, വീണ അല്ലെങ്കിൽ വേറെ മാരേജ് ചെയ്തു. അപ്പൊ അതിനെക്കുറിച്ച് എന്താ നെഗറ്റീവ് കമന്റിനോട് പറയാനുള്ളത്? നെഗറ്റീവ് കമന്റ് നമ്മൾ അങ്ങനെ അത്രയും വലിയ ഇതൊക്കെ ആണെങ്കിലും ഞാൻ പ്രതികരിക്കാറില്ല, നോക്കാറില്ല. ഫാമിലിക്ക് സപ്പോർട്ടായിരുന്നു പറഞ്ഞത്. അല്ല, അവർ പറഞ്ഞ ചില പണ്ടത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യില്ലെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കഴിഞ്ഞ് വീണ്ടും വേണം അത് കഴിക്കാൻ. അവിടെ ഇപ്പം നമ്മൾ അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. അവിടെ ചെന്ന് അതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തു. കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്തു, നടന്നില്ല. ഇത്തവണ നമ്മൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. നടക്കുമെന്നുള്ള ഐഡിയ ഒന്നും ഇല്ലായിരുന്നു.